ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് വെക്കേഷന് ഫാം വില്ലയിലേക്കും അതുപോലെ തന്നെ മറൈൻ വേൾഡിലേക്കും പോയിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. പോകാം വീഡിയോയിലേക്ക്. തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടുള്ള ഫാം വില്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു പ്ലേസാണ് കേട്ടോ. കുക്കുവിനൊക്കെ ആനിമൽസിനെ ഒരുപാട് ഇഷ്ടമാണ്. മോൾക്ക് ഒരു പേടിയും ഇല്ല. ഇതേപ്പോൾ നോക്കിയ കുതിരയ്ക്കൊക്കെ പുല്ല് കൊടുക്കുമ്പോൾ അവൾക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ. പക്ഷെ ആമി അങ്ങനെയല്ല കേട്ടോ. ആമി ഇത്തിരി പേടിയുള്ള ടൈപ്പാണ്. ആളൊക്കേത്തിന് ഇത്തിരി പിന്നിലേക്ക് വലിഞ്ഞു നിൽക്കുള്ളൂ. നമ്മളൊന്ന് കൈ പിടിച്ചിട്ട് കൊടുക്കാൻ നോക്കിയാലും ആൾ സമ്മതിക്കില്ല. കുറേ നേരം നോക്കി ഒബ്സർവ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ആൾ എന്ത് കാര്യവും ചെയ്യുള്ളൂ. ആദ്യമൊക്കെ ആമിക്ക് ആനിമൽസിനെ പേടിയായിരുന്നെങ്കിലും കുക്കു കൊടുക്കുന്നത് കണ്ടപ്പോൾ ആമിയും എല്ലാ ആനിമൽസിനും ഫീഡ് ചെയ്തു കേട്ടോ. ഇതാണ് ഇഗ്വാനക്കുട്ടൻ. അവിടെയുള്ള പയ്യൻ എൻ്റെ കൈമ്മ ഇഗ്വാനനെ വെച്ച് തന്നപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും ഞാൻ ആ പേടി പുറത്ത് കാണിച്ചില്ല. നമ്മൾ പിന്നെ പണ്ടേ ഭയങ്കര ധൈര്യമുള്ള ആളാണല്ലോ. എന്നാലും എൻ്റെ മുഖത്ത് ആ പേടി ഉണ്ട്. എന്നാലും ഞാൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു ചിരിച്ച് നിൽക്കുന്നുണ്ട്. മനസ്സിൽ നല്ല പേടി ഉണ്ടായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചിരിച്ച് നിൽക്കുന്നത്. കുക്കു നേരെ പോയി ഇഗ്വാനേനെയൊക്കെ ഒന്ന് നോക്കി അതിനൊക്കെ 2 തട്ട് കൊടുത്തു. എനിക്ക് നിന്നെ ഒരു പേടിയും ഇല്ല എന്നുള്ള എക്സ്പ്രഷനിലാണ് കുക്കു നിൽക്കുന്നത്. അതിനെ തട്ടുന്നുണ്ട്. ആമി പിന്നെ ആ ഭാഗത്തേക്ക് ഒന്നും വരില്ല കേട്ടോ. ചേട്ടൻ പിന്നെ എമ്മൂൻ്റെ അടുത്ത് പോയി എമ്മൂന് ഫീഡ് ചെയ്തു. എമ്മൂൻ്റെ കൊക്ക് ചേട്ടൻ്റെ കൈമ്മ നന്നായി കൊത്തുന്നുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മുടെ അവിടുത്തെ മെയിൻ ഐറ്റമായിട്ടുള്ള പാമ്പാണ് കേട്ടോ. ഇതാ പാമ്പെന്ന് എനിക്കറിയില്ല, പാമ്പിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ വേണോ വേണ്ടേന്ന് ഒരുപാട് ആലോചിച്ചിട്ട് അവസാനം ഞാൻ വേണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ആ പാമ്പിനെ ഞാൻ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ കഴുത്തിലിട്ടു. ഇത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, തൊട്ടപ്പുറത്തൊരു ഫാമിലി ഈ പെണ്ണിന് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഒന്ന് ട്രൈ ചെയ്യണുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരില്ല എന്നാണ് പറഞ്ഞത്. ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടാണെങ്കിലും എനിക്ക് കുറച്ച് നല്ല ഫോട്ടോസ് അവിടെ നിന്ന് കിട്ടി.